ഹായ് ഹലോ, നമുക്കിന്നൊരു ബോട്ടിൽ ഹാങ് ചെയ്തിടാവേ. ഹാങ് ചെയ്തിടാൻ വേണ്ടി നമുക്ക് ഒരു 8 നൂലെടുക്കണം. ജൂട്ടിൻ്റെയോ കയറോ നമ്മുടെ കയ്യിലുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാനിതുപോലെ ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. 8 എണ്ണം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ഈ ത്രെഡ് കെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ത്രെഡിൻ്റെ ഡയറക്ഷനിൽ പോലെ തന്നെ ത്രെഡ് എങ്ങോട്ടാണോ ഇരിക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ഒന്ന് നിവർത്തി വയ്ക്കുന്നുണ്ട്. നിവർത്തി വെച്ചതിന് ശേഷം ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അളവെടുക്കുന്നുണ്ട്. ഏത് ഭാഗത്താണ് കെട്ട് വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് അതെല്ലാം ആ ഭാഗത്തോട്ട് എല്ലാം രണ്ടെണ്ണം വീതം കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിലത്തെ സ്റ്റെപ്പൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇത് സെക്കൻഡ് സ്റ്റെപ്പും വലിയ പ്രശ്നം വരത്തില്ല. തേർഡ് സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ത്രെഡ് മാറിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടി ഫ്ലോപ്പായി പോയായിരുന്നു നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തപ്പം. ഇപ്പോൾ പ്രശ്നമില്ല, നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിടികിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം അതേ സെയിം ഡയറക്ഷനിലോട്ടുള്ള ത്രെഡ് എടുത്ത് മാറ്റി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കെട്ടിയാൽ മാത്രം മതി. അത് മാത്രമേ ഉള്ളൂ ഒരു പാടായിട്ട് വരുന്ന, വേറെ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളെന്നും സ്ഥിരം ചെയ്യുന്ന പോലെ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒന്ന് അല്ലാതെ എടുത്ത് വെക്കാതെ ഹാങ് ചെയ്തിടുമ്പോൾ അടിപൊളിയായിരിക്കും കാണാൻ. ഇതുപോലെ ഞാനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി ആ മോളി ഭാഗത്തും കൂടെ ഒന്ന് ത്രെഡ് വെച്ചൊന്ന് കെട്ടി നല്ല ടൈറ്റായിട്ടൊന്ന് ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് വന്ന റിസൾട്ടാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം, അടിപൊളിയല്ലേ?